ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ 10, 2023. നമുക്ക് ചുറ്റിനുള്ള ടെക്നോളജി ഒരുപാട് വളർന്നു. നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നത്, അതും വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ബയോമെട്രിക് ഓതൻറ്റിക്കേഷനൊക്കെ ഇത്രയും പോപ്പുലറും ആക്സസിബിളും ആയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസിക്കൽ പാസ്വേഡ് റീപ്ലേസ് ആവാത്തതെന്ന്. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഗൂഗിൾ അതിനൊരു സൊല്യൂഷനുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫീച്ചർ റോൾ ഔട്ട് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. അപ്പോൾ എന്താണ് ആ ഫീച്ചർ എന്നും എങ്ങനെ അത് യൂസ് ചെയ്യാമെന്നും പെട്ടെന്ന് പറഞ്ഞുതരാം. എൻ്റെ ലാപ്ടോപ്പ് എന്ത് ചെയ്യേ? നമുക്കറിയാമല്ലോ ട്രഡീഷണൽ പാസ്വേഡ്സിൻ്റെ കാര്യം. 8 ക്യാരക്ടറും സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ മിക്കപ്പോഴും പാസ്വേഡുകളെല്ലാം മറന്നു പോകും. അത് നമ്മൾ പല സൈറ്റിൻ്റെ പല പാസ്വേഡ് ഇടും, എന്നിട്ട് ഇതെല്ലാം റിക്കവർ ചെയ്യുന്നത് ഭയങ്കര പണിയാണ് അല്ലേ. ഗൂഗിൾ ഇറക്കിയ വൺ ഓഫ് ദി ലേറ്റസ്റ്റ് ഫീച്ചറാണ് പാസ്കീസ്. തൽക്കാലം ഗൂഗിൾ അക്കൗണ്ടും അതുപോലെ വളരെ കുറച്ച് വെബ്സൈറ്റ്സും മാത്രമേ ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാസ്കീ ഉപയോഗിച്ച് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ID, ഫേസ് ID അല്ലെങ്കിൽ 4 പിൻ ലോഗോ വെച്ചിട്ടോ ഓതൻറ്റിക്കേഷൻ പോസിബിൾ ആവും. ഇത് ട്രഡീഷണൽ പാസ്വേഡിനെക്കാട്ടിലും എന്തുകൊണ്ടും കൺവീനിയൻറ്റും സേഫുമാണ്. സോ നമുക്ക് എങ്ങനെ ഈ ഫീച്ചർ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ക്രോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിലോ ചെന്നിട്ട് g.co/passkeys എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും വെച്ചിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ മാത്രം ലോഗിൻ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ സഫാരി ബ്രൗസറിലാണ്, മാക്കിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കഴിഞ്ഞ് പിന്നീട് ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാസ്കീസ് ഓപ്ഷനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഡിവൈസുകളുടെയൊക്കെ നെയിമൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് പാസ്കീസ് എന്നാണ് വന്നേക്കുന്നത്. ഞാൻ മാനുവലി ചെയ്തതല്ല, തനിയെ ആൻഡ്രോയിഡ് തന്നെ ചെയ്തതാണ്. ഇപ്പോൾ ക്രിയേറ്റ് എ പാസ്കീ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ മാക്ക് ആയതുകൊണ്ട് മാക്കിൽ ബയോമെട്രിക്സ് ഫിംഗർ പ്രിൻറ്റോ ഫേസ് ID ഒന്നും സപ്പോർട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ യൂസ് അനദർ ഡിവൈസ് എന്നൊരു ഓപ്ഷനുണ്ട്, അത് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് നിങ്ങൾ നോർമലി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബയോമെട്രിക്സ് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡിവൈസിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയുകയാണ്, പബ്ലിക് കമ്പ്യൂട്ടറിലൊന്നും പോയി ഇത് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഈ പാസ്കീസ് നമുക്ക് ഗൂഗിൾ പാസ്വേഡ് മാനേജറും അല്ലെങ്കിൽ iCloudലെ കീ ചെയിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഡിവൈസുകളുമായി എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉൾപ്പെടെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി QR കോഡ് സ്കാൻ ചെയ്തും ഇതെല്ലാം ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി ഏതൊക്കെ ഡിവൈസുകളിലാണ് പാസ്കീസ് ഓതൻറ്റിക്കേഷൻ എനേബിൾ ആയേക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ പാസ്കീ മാനേജ്മെൻറ്റിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അൺട്രസ്റ്റഡ് ഡിവൈസസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും ഈ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിവിടെ മാനേജ് ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ കണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് കാണാം. ഇപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഗൗട്ട് ആവും. അല്ലെങ്കിൽ ഡോണ്ട് റിക്കഗ്നൈസ് സംതിങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓപ്ഷൻസ് എനേബിൾ ആവും. പിന്നെ ഒരു അഡീഷണൽ ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ഫോണിൽ കൂടെ ഇതൊന്ന് ആഡ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻസിലും അക്കൗണ്ട് റിക്കവർ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് 1 ടൈം ആയിട്ടും നിങ്ങൾക്ക് ചെയ്തിടാൻ പറ്റും കേട്ടോ. ഇത് ആഡ് ചെയ്യുമ്പോൾ 1 ടൈം സൈൻ ഇൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കാരണം ഒറ്റ പ്രാവശ്യം മാത്രം കയറി വരാവുന്ന പോലെ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സൊക്കെ ആദ്യം അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെയുണ്ട്. ഇതുപോലത്തെ മറ്റ് വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ മലയാളം ടിക്കറ്റ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മലയാളം ടിക്കറ്റിൻ്റെ മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.